പണ്ടടങ്ങാം എന്താ അവസ്ഥ അറിയോ? ഒരു രാജ്യം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് കാട്ടുന്ന പരിപാടി കേരളത്തിനോട് അവഗണിക്കുക. ഇങ്ങനെ എന്താണ് സംഭവം? ഞായറാഴ്ച ഒക്കെ അല്ല, അപ്പൊ ലീവ് ആയപ്പോഴേ ചെക്കന്മാരിങ്ങനെ ഒഴിഞ്ഞിരിക്കാറാണ് വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ നേരത്തെ എത്തി. അപ്പൊ വെറുതെ മൊബൈൽ എടുത്താണ് ന്യൂസ് ഒക്കെ ഒന്നേ വാർത്തയൊക്കെ ഒന്ന് ഇങ്ങനെ വായിച്ചു നോക്കിയാണ്. വാർത്തയിലിപ്പോ എന്താ എത്തപ്പോ ബഡ്ജറ്റ് ഒക്കെ അല്ലേ, നോക്കിയിട്ട് കാര്യമില്ലാന്ന് ആദ്യം തന്നെ അറിയാം. എന്നാലും ഇപ്പൊ ബഡ്ജറ്റ് ഇപ്പൊ എന്നത്തെ മാതിരി തന്നെ നമ്മളെ ഈ കല്ലുമാരി വെക്കോ, ഈ അടുപ്പും കല്ലുമാരി ഇപ്പൊ പുല്ല് വളച്ചിക്കണം, അതേമാതിരി ഇപ്പൊ വളച്ചോ. അല്ലാന്താ നമ്മക്ക് അല്ലെങ്കിൽ ഒന്നും തരില്ലല്ലോ, ഒന്നും കിട്ടിയിട്ടില്ല. വല്ല നമ്മക്ക് വല്ല ബീഹാറിലോ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലൊക്കെ പോയി വീടൊക്കെ എടുക്കേണ്ടി വരും. ഇപ്പൊ ഞാനിപ്പോ അതാണ് ആലോചിച്ചത്, അവിടെ എവിടെയെങ്കിലും പോയിക്കാണ്ട് താമസിച്ചാലോ, കുട്ടികളി മക്കളെയൊക്കെ പൊറുക്കി എടുത്തിട്ട്. നമുക്കൊന്നുമില്ല, പ്രാവശ്യമില്ല. ഞാൻ ആ സാധനം കുറെ കാലങ്ങളായിട്ട് നോക്കലില്ല. പണ്ടത്തെ ബഡ്ജറ്റിലൊക്കെ നമുക്ക് പെട്രോളിന് വില കുറയും, ഡീസലിന് വില കുറയും, നിത്യോപയോഗ സാധനങ്ങളൊക്കെ കുറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാനിപ്പോ കുറെ കാലങ്ങളായിട്ടേ ഈ ബഡ്ജറ്റ് പറഞ്ഞ സാധനം കാണില്ല. പണ്ടത്തെ കാലത്ത് നമുക്ക് ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയും, പെട്രോളിന് കുറയും, ഡീസലിന് കുറയും, അതേമാതിരി നമ്മൾ തിന്നുന്ന അരിക്ക് പഞ്ചസാര, ചായപ്പൊടി, പഞ്ചസാര കുറയും. നമ്മളെ ചെറുപ്പത്തിലൊക്കെ ഒരു അതിന് വകയിരുത്തി വരും. പുറത്ത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ കാര്യം വിദ്യാഭ്യാസത്തിന്, അതേതായാലും ഉണ്ടായിരുന്നു, പിന്നെ ആരോഗ്യത്തിന്, തൊഴിലില്ലായ്മയ്ക്ക് ഇതൊക്കെ കൊടുത്തിരുന്നു. ഇന്നിപ്പോ അതൊന്നും മുണ്ടാട്ടേ ഇല്ല. കാരണം അതിനൊന്നും ആവശ്യമില്ല എന്ന് പോലും മനസ്സിലായിക്കണേ. പോയവർക്ക് ഇപ്പൊ മനസ്സിലാവും. നമ്മൾ 25-30 കൊല്ലം പോയ സൗദി അറേബ്യ പോയ ആളുകൾക്ക് ഇപ്പൊ പോയിട്ടുണ്ടെങ്കിലും ഒരു റിയാൽ കൊടുത്ത 4 റൊട്ടി. അന്നൊന്നും റൊട്ടിക്കെങ്ങാനും വില കൂട്ടിയിട്ടില്ലെങ്കിൽ ഓരോ ലൈസൻസിന് പൂട്ടും. കാരണം എന്താ അറിയോ, പിന്നെ അവിടെ പോയി ജീവിച്ചാലേ 10 റിയാൽ ഉണ്ടെങ്കിൽ സുഖസുന്ദരമായിട്ട് ജീവിക്കാം. അത് പോട്ടെ, ഞാൻ പറഞ്ഞ അതല്ല. ഇവിടെ 1000 ഉറുപ്പ്യ ഉണ്ടെങ്കിലും അതാ പറഞ്ഞ പണ്ടത്തെ കാലത്ത് നമുക്ക് 500 റുപ്യ അല്ലെങ്കിൽ 200 റുപ്യ കിട്ടീനെ കൂലി ഇന്ന് 1000 റുപ്യന്റെ മൂല്യമില്ല. 1000 റുപ്യക്ക് നമുക്കൊന്നും സാധനം കിട്ടൂല. അന്ന് നമുക്ക് 250-300 റുപ്യ ഉണ്ടെങ്കിലും ഈ 50 റുപ്യക്ക് നമുക്ക് പെരയ്ക്കുള്ള സാധനം കൊണ്ടുപോകായിരുന്നു. ഇന്നത്തെ സ്ഥിതി അതാണ്. ഇന്നിപ്പോ പൈസ ഭാരി കൂട്ടുന്നൊക്കെ എല്ലാവരും രാഷ്ട്രീയ പാർട്ടിക്കാരാണ്. അപ്പൊ ഞാൻ പറഞ്ഞ എന്താ വെച്ചാല്, സൗദി അറേബ്യ കാട്ടിയ എന്താ വെച്ചാല്, ഒരു നമുക്ക് തിന്നാനുള്ള സാധനത്തിന് വില കൂട്ടാൻ പറ്റില്ല. മാത്രല്ല അവിടെ വേറെ എന്തൊക്കെ കിട്ടുന്നൊക്കെ പറയണേക്കാലോ, ജനിച്ചാ കിട്ടും, അതൊക്കെ കിട്ടുന്നുണ്ട്. അതൊന്നും നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല. പോകാത്തോണ്ട് ഇച്ചറിയില്ല. അവിടെ കിട്ടുന്നുണ്ട്, ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മള് മാത്രമുള്ളൂ ഇങ്ങനെ വാങ്ങാ, ലീന് നികുതി വാങ്ങാ എന്നിട്ട് ഇങ്ങനെ കൊട്ടുക. ഇനിയിപ്പോ നമ്മളിപ്പോ നമ്മള് കൊട്ടി ആഘോഷിക്കുന്ന സാധനമാണ് നമ്മളെ എക്സ്പ്രസ് ഹൈവേ ഇവിടെ വരുന്നത്. 4 പേര് നല്ല കാര്യം കേട്ടോ, നല്ല കാര്യം. അതിനൊന്നും നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേങ്കില് ഇനി ഒരു 60 കിലോമീറ്റർ പോകുമ്പോ വലിയൊരു ടോൾ ഉണ്ടാവും. 200 റുപ്യ, 250, 300 റുപ്യ നമ്മൾ കൊടുക്കണം. അപ്പൊ ഇത് അതിലാറ് നല്ല വിമാനം കയറി പോകാൻ അതാവും ഇതില്. ഇനിയിപ്പോ സാറ്റലൈറ്റ് ഒക്കെ ബൈ വരും. നമ്മള് കാറിന് പോകുമ്പോ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ കുളും പറഞ്ഞ് പോകും. ഇതിപ്പോ അപ്പൊ നമുക്ക് അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കി നമ്മളെന്താ കൊടുത്താല് വിചാരിച്ചു. കൊടുത്താല് നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മള് പെട്രോൾ അടിച്ചുമ്പോ അതിന് ടാക്സ് കൊടുക്കണം, വേണ്ടേ? വണ്ടി ഇറങ്ങുമ്പോൾ 15 കൊല്ലത്തിന് ടാക്സ് വാങ്ങണം. ആ വണ്ടിന്റെ പകുതി പൈസ ടാക്സ് കൊടുക്കണം. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പൊ ഇവരുണ്ടാക്കണ ഈ ഇതിന് തോടെടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമല്ല. പക്ഷേ അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിച്ചാല്, സൗദി അറേബ്യയില് തിന്നണ സാധനത്തിന് വില കൂട്ടിയാൽ ഓന്റെ ലൈസൻസിനെ കട്ടാക്കും. ഏത് വലിയ സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും. ഇന്ന് നമ്മൾ ബീഹാറിലോ അല്ലെങ്കിൽ പിന്നെ ആന്ധ്രാപ്രദേശിലൊക്കെ പോയി പേരെടുക്കേണ്ട അവസ്ഥ ആയിട്ട് മാറുകയാണ് ഇപ്പോ. നമ്മുടെ കേരളത്തിൽ ഒന്നുമില്ല. എന്നാൽ നമ്മൾ നികുതിയും മറ്റൊക്കെ കൊണ്ടുപോകും കേട്ടോ. അത് കൊണ്ടുപോയിട്ട് നമുക്ക് കിട്ടുന്ന ബേദം തരുന്നില്ല. അത് മറ്റൊരു വിഷയം. അപ്പൊ ഞാനിപ്പോ ഈ അടുപ്പം പുറത്ത് നിന്ന് നമുക്ക് ഇപ്പൊ അടുപ്പം പുറത്ത് ഇരുന്നാട് തൂറേണ്ടി വരും. വരെ നികുതി വാങ്ങുന്നുണ്ട്. അതും ശരിയാണ്. ഇതിനപ്പൊ വില കൂടാത്ത. ഇന്നലെ അരിക്ക് പോയി വില ചോദിച്ചപ്പോ എത്ര വില? വെളിച്ചെണ്ണക്ക് എന്താ വില? വെളിച്ചെണ്ണ, ഓയില്, പഞ്ചാര, പിന്നെ പച്ചക്കറികള് ഏതെങ്കിലും വാങ്ങാൻ പറ്റുമോ ചങ്ങായി? ഇതിപ്പോ ആരോടും ചോദിക്കാണ്ടോ? ഇത് ആരെങ്കിലും സമരം ചെയ്യാണ്ടോ? നമ്മൾ സമരം ചെയ്യാൻ പോകണം. എന്താ അറിയോ, മറ്റോന്റെ വേറെ പല രാജ്യത്തും നമുക്ക് പിന്നെ ജീവിച്ചാൽ വല്ലതും കിട്ടുമല്ലോ, പൗരത്വം കിട്ടുമല്ലോ. അതിന് പൗരത്വം പോകണ്ട, ഇവിടുന്ന് പറഞ്ഞയച്ചോളും. ഇനിയിപ്പോ അതിന്റെ കമ്പി കൂടെ ഉള്ളൂ. പൗരന്മാരെല്ലാവരും തുറക്കുന്ന കാലത്താപ്പജി പൗരത്വം അവാർഡേയും ജീവിക്കാം. വേറെ തന്നെയാണ് കാവ് തുറക്കല്ലേ. ഞാൻ സൗദി അറേബ്യക്ക് എന്നാലും എനിക്ക് ഇക്കാമി മറ്റേ ഇത്ര കാലം കഴിഞ്ഞിട്ട് പുറണ്ടു വരും. നമുക്കിപ്പോ ജീവിക്കാൻ പറ്റുന്നത് നമ്മളിവിടെ ഇന്ത്യക്കാരനെയാണ്. അത് ഇന്ത്യയിൽ നിൽക്കുക അല്ല. ചേരെ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കുവേ, ഈ ബഡ്ജറ്റ് മാറി വരുമ്പോ കേരളത്തിനെ അവഗണിച്ചുകൊണ്ടേ ഇരിക്കാണ് അല്ലെ?
ഈ ഗവൺമെന്റും ഈ മനുഷ്യന്മാരും ഈ നാട്ടുകാരായ ആളുകളും എന്താ പോലൊക്കെ അവസ്ഥ പോലൊക്കെ ഇപ്പൊ എന്താ നോക്കി നിക്കണേ ഇങ്ങനൊക്കെ ആയിട്ട് ഈ അതാണ് മനസ്സിലാകാത്തത്. അതാണ് അത് ചോദ്യമാണ്. കാരണം എന്താ അറിയോ, നമ്മള് ഒരു മുട്ടായി വാങ്ങി അയിമന്ന് നികുതി കൊടുക്കണം ഇല്ലേ? കൂലിപ്പണി പട്ടിപ്പണി എടുത്തുകാണ്ട് അധ്വാനിച്ചോനും എന്ത് ചെയ്യാണ്, ഓന് കിട്ടണീന്റെ നല്ലൊരു ശതമാനം നികുതി ആയിട്ട് പോവാ. 1 ലിറ്റർ പെട്രോൾ അടിച്ചാൽ 30-35 നികുതി കൊടുക്കണം അല്ലേ? ഇതൊക്കെ നമ്മളെ അടുത്ത് വാങ്ങാന്നല്ലാതെ ഞമ്മക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ ഈ ഗവൺമെന്റും കാര്യങ്ങളൊന്നും മുന്നോട്ട് വരുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എവിടേക്കപ്പോ ഇത് പോണത് എന്ന് മാത്രല്ല, നമ്മളെ പഴയ ആളുകൾ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ പ്രൈവറ്റിൽ കൊടുക്കാണ്. നമ്മളെ സർക്കാരിന് നമ്മളെ സ്ഥാപനങ്ങളൊക്കെ കൊടുത്തു. ഇത് ചോദിക്കാനും പറയാൻ പൈസൊക്കെ ഞാൻ ആലോചിക്കണ അതല്ല, നികുതിയായ നികുതി മുഴുവൻ വാങ്ങുന്നുണ്ട്. എന്തിനും നികുതി കൂട്ടിക്കാണ്, കുറച്ചിട്ടില്ലല്ലോ. ഇല്ല, നമ്മളെ രാജ്യത്ത് കേരളത്തിലാണെങ്കിലും മറ്റുള്ളടത്താണെങ്കിലും നികുതി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കാണ്. ഇതൊക്കെ വാങ്ങിയിട്ട് ഇവര് എന്തത്തെ കാട്ടണേ? എവിടെയെങ്കിലും കാണാൻ ബാക്കിയുണ്ടോ? സ്റ്റിക്കർ അടിച്ച് എത്ര കോടിക്കണക്കിന് ഉറുപ്പിയാണ് പോണത് നമ്മളെ പൈസ. കാരണം ഓൽക്കറിയാം നമ്മൾ ഇത്ര ഇപ്പൊ 70, 80, 90 വയസ്സായി, ഓൽക്ക് 5 കൊല്ലോ 10 കൊല്ലോ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഈ സ്വർഗം ഫുള്ള് കണ്ട് അടിച്ചു പൊളിക്കാൻ നമ്മളെ ചെടിയുടെ പൈസ കൊണ്ട് ഇത് ചോദിക്കാണ്ടോ? യുവാക്കൾ എന്ത് യുവാക്കൾ ചങ്ങായി പ്രതികരണ ശേഷി ഉണ്ടാ നിങ്ങളെ യുവാക്കൾക്ക്? ഇല്ല. നിങ്ങൾ അവിടെ വിദേശ രാജ്യങ്ങൾ പട്ടിയാളെ പോലെ പേരാണ്. ഞങ്ങൾക്ക് ഇവിടെ അടിസ്ഥാന സൗകര്യം പറയില്ല. യൂറോപ്പിക്കും ഇവിടക്കൊക്കെ പോയിക്കാണ്ട് അവിടെ വയസ്സായവരെ പിന്നെ കുളിപ്പിച്ചു കൊടുക്കുക, ഓല് കക്കൂസ് പോയി. ഇത് ഇവിടെ പറഞ്ഞ മനസ്സിലാവോ? ഇവിടെ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കണം. ഇവിടെ ആകെ പ്രതികരിക്കുന്നത് എന്തിനാണ് അറിയോ? എന്നെ പോലത്തെ യുവാക്കള് ഇവിടെ വർഗീയത, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി പറഞ്ഞ വർഗീയത, അതിൽ തന്നെ 4-5 വിഭാഗം അതിൽ തന്നെ അങ്ങോട്ട് ഭിന്നിപ്പിച്ചുണ്ടാക്കിയിട്ട് ഈ രാജ്യം പണ്ട് ബ്രിട്ടീഷുകാർ കാട്ടിയ പോലെ തന്നെ ഭിന്നിപ്പിച്ച് ഭരിക്കുകയാണ്. അത് ചോദിക്കണം. ഈ നമ്മളൊക്കെ കുട്ടികളും പേരക്കുട്ടികളുണ്ടല്ലോ, ഇവിടെ മൂക്കോട് വരക്കും. അറ്റക്ക് ഇവിടെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുമോ? അറ്റക്ക് തിന്നാൻ പറ്റുമോ? ഇവിടെ കുടിക്കാൻ പറ്റുമോ? കുളിക്കാൻ പറ്റുമോ? ഒരു നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ തൊഴിലുണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു അതാപില്ല. അത് ചോദിക്കണം. ഇവിടെ അടിസ്ഥാനപരമായിട്ട് ഇവിടെ മതമല്ല, മതം നിന്നുള്ള കാര്യമുണ്ടോ? ഞാൻ നിസ്കരിക്കുന്ന ഓരോർക്ക് എനിക്കും വേണ്ടിയിട്ടാണ്. അമ്പലത്തിൽ പോകണമെങ്കിൽ അനക്കും വേണ്ടിയിട്ടാണ് അല്ലേ? അല്ലാതെ വേറെല്ലാവർക്കുമായിട്ടല്ല. അത് നമ്മുടെ സ്വകാര്യതയാണ്. പക്ഷേ ഇവിടുത്തെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, തൊഴിലുണ്ടാക്കണം. ഇതുണ്ടാക്കാനാണ് സർക്കാർ അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ടത്. അതല്ലാതെ ഈ വർഗീയത കുത്തി കാര്യമില്ല. ആരിവിടെ വർഗീയത പറയാത്തത്? ഇവിടെ ജനാധിപത്യം സോഷ്യലിസ്റ്റും ഒക്കെ പറയുന്ന ഓല് വരെ വർഗീയത പറയാണ്. ആരോട് പറയണത്? അപ്പൊ അങ്ങ് എല്ലായിടത്തോളം കാണാൻ എല്ലും കോലായി കുറെ മനുഷ്യന്മാർ ഇന്നും ഇന്ത്യയിലുണ്ട്, നമ്മുടെ ഇടക്കുണ്ട്. അറ്റങ്ങൾ കുടിക്കാൻ വെള്ളമില്ല, താമസിക്കാൻ വീടില്ല, ഇന്ന് റോഡിൽ കിടക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. എന്നിട്ട് വികസന രാജ്യം എന്ത് വികസനം? ഇപ്പോഴും പറഞ്ഞ വികസനം 2057, 2037 വികസനം ഉണ്ടാവും. ഇതുവരെ വികസിച്ചിട്ടില്ല. ഇതൊക്കെ പറയുമ്പോൾ പോകാൻ നിങ്ങളെ യുവാക്കളാണ് നടക്കുക. വിവരമാണോ? വിവരം പ്രതികരണ ശേഷി ഇല്ല. അതന്നെ പ്രശ്നം. നിങ്ങൾക്ക് ഇങ്ങനെ ഈ മൊബൈൽ കുത്തിയിരുന്ന് കളിച്ചോളി. ഈ യുവത്വം ഉണ്ടാകുമ്പോൾ ചോദിക്കണം. നമ്മളൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു. അങ്ങനെയൊക്കെ രാഷ്ട്രീയക്കാരെ വളർത്തിണ്ടായിരുന്നത്. നിങ്ങളൊക്കെ വെറും വർഗീയത കുത്തുന്നോളി. ഒരിക്കൽ ചേർന്ന് പോയി